സംസ്ഥാന സ്കൂൾ കായികമേളയിലെത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മുൻ ഇന്ത്യൻ ഹോക്കി നായകൻ PR ശ്രീജേഷ്. കായിക ചരിത്രത്തിലെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണിതെന്നും PS ശ്രീജേഷ് പറഞ്ഞു. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ദിനമാണ്. ഈ സമാപന ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് പങ്കെടുക്കാനായിട്ട് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട അഭിമാന താരം ശ്രീജേഷ് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ? പഴയ ഓർമ്മകളൊക്കെ ഉണ്ടോ? വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലം ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അധികം സ്കൂൾ മീറ്റിൽ ഇങ്ങനെ പറഞ്ഞില്ല. കാരണം കളിച്ചു തുടങ്ങിയപ്പോൾ പോലെ ഹോക്കി ആയതുകൊണ്ട് ഇതുപോലത്തെ ഉള്ളൊരു വലിയൊരു അറ്റ്മോസ്ഫിയറിലൊന്നും ഒരിക്കലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ആ ഒരു പേടി മനസ്സിലെപ്പോഴും ഉണ്ടാവും. കാരണം ഈവൻറ്റിൽ പോകുന്നു, ജയിക്കുകയോ ഇല്ലയോ, മെഡൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഓർമ്മ എപ്പോഴും കിട്ടും. പിന്നെ കുറേ മെഡലിസ്റ്റുകൾ, അവരുടെ സന്തോഷം, മെഡൽ പ്രതീക്ഷിച്ച് വന്നവർക്ക് കിട്ടാത്തതിൻ്റെ ഒരു ദുഃഖം. അപ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ വരുമ്പോൾ. ഒരുപാട് റെക്കോർഡുകൾ പിറന്നൊരു മത്സരം കൂടിയാണ് ഇത്തവണത്തേത്. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു കേരളത്തിലെ കായിക ചരിത്രത്തിൽ ഒരു പക്ഷേ എന്താ പറയുന്നത്, ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ അഡ്വാൻസ് ടെക്നോളജിയിൽ ഒത്തിരി ലേറ്റസ്റ്റ് സയൻറ്റിഫിക് മെത്തേഡിൽ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികൾ കുറേ അവെയർ ആയിട്ടുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്രത്തോളം ഡിസിപ്ലിൻഡ് ആണ്. അപ്പം കുട്ടികൾ എത്രത്തോളം മെച്യൂർഡ് ആവുന്നു, അതുപോലെ കോച്ചസ് എത്രത്തോളം അപ്ഡേറ്റഡ് ആവുന്നു, അതിനനുസരിച്ചാണ് റെക്കോർഡുകൾ പിറക്കുന്നത്. അപ്പം എനിക്കൊന്ന് നമ്മളൊരു നല്ല ട്രാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഈ കുട്ടികൾ ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ട്. ചിലർ നിരാശയായിട്ട് മടങ്ങിപ്പോയവരുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ ജീവൻ തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. 2 ഒളിമ്പിക്സിൽ തോറ്റ വ്യക്തിയാണ് ഞാൻ. അതിനുശേഷമാണ് 2 മെഡൽ കിട്ടിയത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വിട്ടുകളയരുത്. അല്ലെങ്കിൽ നിരാശരാവാതെ എന്താണോ ലക്ഷ്യം, ഞാൻ എന്തിനാണ് സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിൽ വച്ചുകൊണ്ട് മാത്രം ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് സക്സസ് കിട്ടും. പുതിയൊരു വേഷം അണിഞ്ഞിരിക്കുകയാണല്ലോ പരിശീലകനായിട്ട്. ഒരു വ്യത്യാസം എങ്ങനെയുണ്ട് ഗോൾ കീപ്പറിൽ നിന്ന് പരിശീലകനായി? വളരെ വലിയൊരു വ്യത്യാസമാണ്. കാരണം കളിക്കുമ്പോൾ ഞാൻ എൻ്റെ കളി, എൻ്റെ പെർഫോമൻസ് അത് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഒരു കോച്ചാകുമ്പോഴത്തേക്കും എൻ്റെ കീഴിലുള്ള 40 കുട്ടികളുടെ കരിയർ, അവരുടെ പെർഫോമൻസ്, പിന്നെ അവർ കളിക്കാൻ പോകുമ്പം അവരുടെ പെർഫോമൻസ് ഓൺ ദ ഫീൽഡ് എങ്ങനെയാവണം, അപ്പം നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം കോച്ചിങ് എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു പാഷനാണ്. അപ്പം ഞാനത് ഒത്തിരി എൻജോയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.